ജനകൻ എന്നതൊരു രാജാവിന്റെ പേരല്ല, മിഥിലയിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. സീതയുടെ അച്ഛൻ ജനകന് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു, വിദേഹൻ. അതായത് ദേഹവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആള്. ഞാൻ ശരീരമല്ല, എനിക്ക് ശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന തിരിച്ചറിവുള്ള ആളായിരുന്നു. അത്രയും അറിവുള്ള ആളായിരുന്നു ജനക മഹാരാജാവ്. അദ്ദേഹത്തിന്റെ കൊട്ടാരം സ്ഥിരം അറിവിന്റെ ചർച്ചാവേദികളായിരുന്നു. ഗാർഗി, യാജ്ഞവൽക്യൻ ഇവരെ പോലെയൊക്കെയുള്ള മഹാപണ്ഡിതന്മാര് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ ആ കൊട്ടാരത്തിലേക്ക് വന്നായിരുന്നു. ഇനി എല്ലാ അധികാരങ്ങളും ഉണ്ട്, എല്ലാ ആഡംബരങ്ങളും ഉണ്ട്, ഐശ്വര്യമുണ്ട്, രാജകൊട്ടാരമുണ്ട്, രാജാവാണ്. പക്ഷെ ഇതിലേക്കൊന്നും ഒരു ആകർഷണവും ഇല്ലാതെ രാജ്യം ഭരിക്കൽ എന്റെ ചുമതലയാണ്, ഞാനത് ചെയ്യാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് രാജ്യം ഭരിച്ചാർന്ന ഒരു രാജാവാണ് ജനകൻ. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില് ഇതുപോലെ എന്തോ ഒരു തത്വചിന്ത അടങ്ങിയ എന്തോ ഒരു ചർച്ച നടക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് ഒരു ഭടൻ വന്നു. എന്നിട്ട് പറഞ്ഞു, മിഥില മുഴുവൻ കത്താണ് രാജാവേ എന്ന് പറയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അവിടുന്ന് വേഗം എണീറ്റ് ഓടിപ്പോവുക, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ വസ്തുക്കളും ഒക്കെ സംരക്ഷിക്കാൻ. അവിടെ ഇരുന്ന് ജനകൻ പറഞ്ഞു അത്രേ, എന്റേതായിട്ട് ഇവിടെ ഒന്നുമില്ല, മിഥില മുഴുവൻ കത്തിപ്പോയാലും അതിനൊന്നും എന്റെ ആത്മാവിനെ തൊടാൻ പോലും സാധിക്കില്ല എന്ന്. ഇനി സുഖത്തിനെയും ദുഃഖത്തിനെയും ഒക്കെ ഒരേപോലെ കാണണം, ഒരുപോലെ സഹിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഭൂമെത്തയിൽ ഉറങ്ങേണ്ട തന്റെ മകള് കാട്ടില് രാമന്റെ ഒപ്പം കല്ലിലും മുള്ളിലും കിടന്നുറങ്ങുമ്പോ ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക് ജനകന് സങ്കടം തോന്നിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ തൻ്റെതായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഭർത്താവായിട്ടുള്ള രാമന്റെ കൂടെ കാട്ടിലേക്ക് പോവാൻ സീത തീരുമാനമെടുത്തപ്പോ ഒരച്ഛൻ എന്ന നിലയിൽ ജനകന് നല്ല അഭിമാനമാവും തോന്നിയിട്ടുണ്ടാവുക. കാരണം താൻ പഠിപ്പിച്ച ധർമ്മചിന്തകളൊക്കെ തൻ്റെ മകള് അത്രയും പൂർണ്ണഭാവത്തോടെ ഉൾക്കൊണ്ടൂലോ എന്നുള്ള അഭിമാനം. മനുഷ്യനാവുമ്പോ പല മേഖലകളിലും പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അതില് പല കാര്യങ്ങളും ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടമല്ലാത്ത ആൾക്കാരോടും ഇഷ്ടമുള്ള ആൾക്കാരോടും ഒക്കെ ഇടപെടേണ്ടതായിട്ട് വരും. പക്ഷെ അതിനോടൊന്നും ഒരു ബന്ധനവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വെറുപ്പും ഇല്ലാതെ ആ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റണം. അതായത് ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്യണം, പക്ഷെ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോവുകയും വേണം.